കഴിഞ്ഞ 6 വർഷമായി നോർക്ക റൂട്ട്സിനെ പുതിയ ദിശാബോധത്തോടെ നയിക്കുന്നവരിൽ മുൻനിരയിലാണ് അതിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ ശ്രീ ഹരികൃഷ്ണൻ നമ്പൂതിരി. കോവിഡ് മഹാമാരി കാലത്തും ഉക്രൈൻ യുദ്ധസമയത്തുമൊക്കെ നോർക്ക പ്രവാസികൾക്കായി നടത്തിയ ഇടപെടലുകളിൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വം നാം കണ്ടതാണ്. പ്രവാസികൾക്കായുള്ള ക്ഷേമ പ്രവർത്തനങ്ങളിൽ നോർക്ക റൂട്ട്സിനെ വിജയപഥത്തിലേക്ക് എത്തിച്ച അദ്ദേഹം ഇന്ന് നമ്മോടൊപ്പമുണ്ട്. പ്രവാസി ലോകത്തിലേക്ക് സ്വാഗതം. ഹരി യഥാർത്ഥത്തിൽ നോർക്ക റൂട്ട്സിനെ ലോകത്തെമ്പാടുമുള്ള മലയാളികളുടെ ഒരു എംബസി പോലെ മാറ്റിയെടുത്തതിൽ ഒരു പ്രധാന പങ്കിടുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ലോകത്ത് ഉള്ള എല്ലാ പ്രവാസികൾക്കും അവരുടെ എന്തെങ്കിലും തരത്തിലുള്ള വിഷമതകൾ വരുമ്പോൾ വിളിക്കാവുന്ന ഒരു അഭയകേന്ദ്രമായിട്ട് നോർക്ക റൂട്ട്സിനെ മാറ്റി എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അത് വലിയൊരു ദൗത്യമാണ് ഏറ്റെടുത്തത്. അതിപ്പോൾ കോവിഡ് കാലത്തായാലും ശരി, വേറെ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുമ്പോഴായാലും ശരി, പാസ്പോർട്ട് നഷ്ടപ്പെട്ടവർക്കായാലും ശരി, ഒരു ഗൈഡ് എന്ന നിലയിൽ ഒരു എംബസി ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന രീതിയിലേക്ക്, അതിൻ്റെ പരിമിതികളുണ്ട്, ഇല്ല എന്നൊന്നും പറയുന്നില്ല, അതിലേക്ക് ആ സ്ഥാപനത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ ഒരു വലിയ പങ്ക് വഹിച്ച ആളാണ് ശ്രീ ഹരികൃഷ്ണൻ എന്നാണ് എൻ്റെ അഭിപ്രായം. കഴിഞ്ഞ 6 വർഷമായിട്ട് ഞാനും അങ്ങനെ നിരന്തരമായിട്ട് കാണുകയും ചർച്ച ചെയ്യുകയൊക്കെ നടത്താറുള്ള ആളുകളാണ്. നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്ത ആളുകളാണ്. അപ്പോൾ ആ ഒരു അടിസ്ഥാനത്തിൽ ഇത് എങ്ങനെയാണ് സാധ്യമായത്, ഏതെല്ലാം തരത്തിലുള്ള പ്രവർത്തനം ആണ് അങ്ങ് മുന്നോട്ട് വെച്ചത്? ഞാനധികം സംസാരിക്കാം, അങ്ങാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ടത്. 2018 നോർക്ക റൂട്ട്സിൽ ഞാൻ ജോയിൻ ചെയ്യുമ്പോൾ നമുക്കൊരു 4 പദ്ധതികളാണ് പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത്. എന്നാൽ ഒരു സ്ഥാപനത്തിനെ സംബന്ധിച്ചോളം അടിസ്ഥാനപരമായിട്ട് ഉണ്ടാകേണ്ടത് ആ സ്ഥാപനത്തിനുള്ള വിശ്വാസ്യതയും അതോടൊപ്പം തന്നെ ഒരു ആശ്രയബോധമാണ്. അതിൽ നിരവധി രീതിയിലുള്ള ഇടപെടലുകളും നിരവധി രീതിയിലുള്ള സംഭാവനകളും നമുക്ക് നൽകാൻ കഴിയണം. അതിലേറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മൾ വളരെ ക്രിയാത്മകമായി ഇടപെടുക എന്നുള്ളതാണ്. ബാക്കിയുള്ള സർക്കാർ പദ്ധതികളുണ്ട്, സർക്കാർ സേവനങ്ങളുണ്ട്, നമ്മൾ നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കുന്ന മേഖലകളുണ്ട്. എന്നാൽ അപ്രതീക്ഷിതമായി അസാധാരണമായി ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ആ സാഹചര്യത്തോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ് സ്ഥാപനത്തിൻ്റെ കരുത്ത് അല്ലെങ്കിൽ കരുതൽ. കോവിഡ് മഹാമാരി പൊട്ടിപ്പുറപ്പെട്ടു. ഒരു പക്ഷേ ബഹുഭൂരിപക്ഷം പ്രവാസികളും അവർക്ക് നാട്ടിലേക്ക് വരാനുള്ള ടിക്കറ്റല്ല ചോദിച്ചത്, മറിച്ച് അവർ അന്നന്ന് കഴിക്കുന്ന മെഡിസിൻ അവർക്ക് എത്രയും പെട്ടെന്ന് അവിടെ കിട്ടാൻ മാർഗമുണ്ടോ എന്നാണ്. കോവിഡ് മഹാമാരി വന്നു. നമ്മൾ വിദേശ രാജ്യങ്ങളിൽ ഹെൽപ്പ് ഡെസ്കുകൾ തുടങ്ങി. അതിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ ചെയ്തത്, നമ്മൾ DHL കാർഗോയുമായി നമ്മൾ ഒരു ഇമ്മീഡിയറ്റായിട്ട് ബന്ധപ്പെടുകയും DHL കാർഗോ മുഖാന്തരം അവർക്ക് വേണ്ട അവർ ഇന്ന് ഉപയോഗിക്കുന്ന മരുന്നുകൾ എത്രയും പെട്ടെന്ന് അവരുടെ ഡെസ്റ്റിനേഷൻ കൺട്രീസിലേക്ക് എത്തിക്കുകയും ചെയ്തു. ഇതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, കേരളത്തിലെ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലെ ഡോക്ടേഴ്സിൻ്റെ, പ്രത്യേകിച്ച് സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സിൻ്റെ സേവനം നമ്മൾ ഓൺലൈനായിട്ട് ലഭ്യമാക്കി. ഇത് രണ്ടും നമ്മൾ കൊടുക്കുമ്പോൾ അത് കൊടുത്ത ആത്മവിശ്വാസം, കരുത്ത് എന്ന് പറയുന്നത് വലിയൊരളവിൽ പ്രവാസികൾക്ക് അവർക്ക് ഒരു ഊർജ്ജമായി മാറാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ കോവിഡ് കാലത്ത് നമ്മൾ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, ഏകദേശം 3000-ഓളം ചാർട്ടേഡ് ഫ്ലൈറ്റുകളാണ് കേരളത്തിൽ വന്നത്. ഈ ചാർട്ടേഡ് ഫ്ലൈറ്റുകൾക്ക് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു സെല്ല് നമ്മൾ ഫോം ചെയ്തു സെക്രട്ടേറിയറ്റിൽ. ആ സെല്ലിലൂടെയാണ് ഈ ഓരോ ഫ്ലൈറ്റിനും വേണ്ട നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് നമ്മൾ ഇഷ്യൂ ചെയ്തുകൊണ്ടിരുന്നത്. കാരണം വിവിധ പ്രവാസി സംഘടനകൾ നമുക്ക് അയക്കും. നമ്മൾ NOC കൊടുക്കുമ്പോഴാണ് ആ അതത് രാജ്യങ്ങളിലെ എംബസിയുടെ NOCയും ചേർത്ത് അവർ ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അയക്കുന്നത്. അപ്പം 3000-ഓളം ചാർട്ടേഡ് ഫ്ലൈറ്റുകൾ സമയബന്ധിതമായിട്ട് നമുക്ക് NOC കൊടുക്കാൻ സാധിച്ചു. രണ്ടാമത് ഇതിൻ്റെ കൂട്ടത്തിൽ പറയുമ്പോൾ
ഒരു പക്ഷേ കേരളത്തിലെ 4 എയർപോർട്ടുകളിലും വന്നിറങ്ങിയ പ്രവാസികൾക്ക് ഫ്രീ ആയിട്ട് കോവിഡ് ടെസ്റ്റ് നമുക്ക് ഏർപ്പെടുത്താൻ പറ്റി. അത് വലിയൊരളവ് വരെ പ്രവാസികൾക്ക് ആശ്വാസമായിരുന്നു. മുൻ പാതകളില്ലാതെ, മുൻ ധാരണകളില്ലാതെ നമുക്കിങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്ക് നമുക്ക് ഊർജ്ജമാകുന്നത് നമ്മൾ പ്രശ്നങ്ങളോട് സമീപിക്കുന്ന ക്രിയാത്മകമായ മനോഭാവമാണ്. ഈ ഒരു കാര്യത്തിൽ പ്രവാസി സമൂഹം, അത് അവിടെയുള്ള വാളണ്ടിയേഴ്സ് ഉണ്ട്, പ്രവാസി അസോസിയേഷൻസ് ഉണ്ട്, അതുപോലെ അലൂമിനീസ് ഉണ്ട്, അതുപോലെ നിരവധി ഉദ്യോഗസ്ഥ പ്രമുഖരുണ്ട്. എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഒരേ ദിശയിലൂടെ പ്രവർത്തിച്ചുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ലക്ഷ്യം സാധ്യമായത്. പൊതുവെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം എംബസികൾ എന്ത് നിലയിലാണ്, അതുപോലെ വിദേശകാര്യ വകുപ്പ് ഒക്കെ എങ്ങനെയാണ് നമ്മൾ സഹായിച്ചത്? ഈ ഇന്ത്യക്ക് പുറത്ത്, ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ എംബസിയാണ്. നമുക്കുണ്ടാകുന്ന വിഷയമാണ് ഇവിടെ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്. നമ്മൾ ഇപ്പം ഉദാഹരണത്തിന് ഒരു വേജ് തെഫ്റ്റ് അല്ലെങ്കിൽ ഒരു എൻഡ് ഓഫ് സർവീസ് ബെനിഫിറ്റ് കിട്ടുന്നില്ല. നമ്മളത് ഒരു പക്ഷേ കേരളത്തിലായിരിക്കും ഈ ഒരു മാതൃക ആദ്യം പിന്തുടരുന്നത്. നോർക്കയിൽ അതിൻ്റെ ഡീറ്റെയിൽസ് സഹിതം ഒരു അപേക്ഷ തന്നു കഴിഞ്ഞാൽ നമ്മൾ അത് ഇന്ത്യൻ എംബസിയെ അറിയിക്കുന്നതാണ്. ഇന്ത്യൻ എംബസി മുഖാന്തരം അതിൻ്റെ ഫോളോ അപ്പ് നമ്മൾ നിരന്തരം നടത്തുന്നതാണ്. ഇത് കൂടാതെ എംബസിയിൽ നിന്ന് വരുന്ന മറുപടി അനുസരിച്ച് നമുക്ക് അപേക്ഷ തന്ന വ്യക്തിയെ നമ്മൾ അറിയിക്കുന്നതാണ് ഇവിടെ, അതായത് തിരിച്ചു വന്ന പ്രവാസിക്ക്. നിലവിൽ പ്രവാസികളായിട്ടിരിക്കുന്ന ഏത് ആൾക്കും നോർക്കയിൽ 24 മണിക്കൂറും ബന്ധപ്പെടാനുള്ള നമ്മൾ ടോൾ ഫ്രീ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. 8802012345 എന്ന നമ്പറിലേക്കൊരു മിസ്ഡ് കോൾ അടിച്ചാൽ 5 സെക്കൻഡിനുള്ളിൽ ലോകത്തെവിടെ നിന്ന് വിളിച്ചാലും തിരിച്ച് കോൾ എത്തുകയും അവരുടെ പരാതികൾ അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ അത് നമ്മൾ ഉൾക്കൊള്ളുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും. ഇത് നോർക്കയെ സംബന്ധിച്ചോളം ഒരു പല തരത്തിലുള്ള ഒരു മുഖമാണ് പ്രവാസികളിലിടയിലേക്ക് പോകാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഒന്ന്, വ്യക്തിപരമായി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നോർക്ക ഒരു ID കാർഡ് കൊടുക്കുന്നുണ്ട് ഇൻഷുറൻസ് കവറേജോടുകൂടി. അതിൽ മുഖാന്തരം 182 രാജ്യങ്ങളിലുള്ള പ്രവാസി മലയാളികൾ ഇന്ന് നോർക്കയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 54 രാജ്യങ്ങളിലുള്ള പ്രവാസി വിദ്യാർത്ഥികൾ ഇന്ന് നോർക്കയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 2 അസോസിയേഷൻ, ഇന്ത്യക്ക് പുറത്ത് നമ്മൾ പ്രവർത്തിക്കുന്ന പ്രവാസി അസോസിയേഷനുകൾക്ക് മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായിട്ട് നമ്മൾ റെക്കഗ്നീഷൻ കൊടുക്കുന്നുണ്ട്. അങ്ങനെ 60 പ്രവാസി അസോസിയേഷൻ നോർക്കയിൽ നിന്ന് അഫിലിയേറ്റഡ് ആണ്. ഇതുകൂടാതെ അതത് മേഖലകളിലുള്ള കമ്മ്യൂണിറ്റി വർക്കേഴ്സ്, അത് എംബസി വോളണ്ടിയേഴ്സ് ആകാം, അല്ലാതുള്ള കമ്മ്യൂണിറ്റി വർക്കേഴ്സ് ആകാം, അവരുമായിട്ട് നമ്മൾ നിരന്തരം പ്രശ്നത്തിന് അനുസൃതമായി നമ്മൾ ഇടപെടുന്നു. ഇതുകൂടാതെ അതത് രാജ്യങ്ങളിലെ ഇന്ത്യൻ എംബസികളിൽ പ്രധാനമായി ഉള്ളത് ലേബർ വിങ്ങുമുണ്ട്, കമ്മ്യൂണിറ്റി വിങ്ങുമുണ്ട്, കോൺസുലർ വിങ്ങുമുണ്ട്. ഇവരുമായി നമ്മൾ നിരന്തരം അത് വിഷയങ്ങളനുസരിച്ച് നമ്മൾ അവരോട് സമ്മതിക്കുകയും അതുപോലെ തന്നെ അവരുടെ സഹായം ആവശ്യമുള്ള സമയത്ത് നമ്മൾ അഭ്യർത്ഥിക്കാറുമുണ്ട്. അങ്ങനെ നമുക്ക് അനുകൂലമായ നിരവധി നടപടികൾ ഉണ്ടായിട്ടുമുണ്ട്. ഏറ്റവും ഈ പറയുമ്പോൾ കോവിഡ് കാലത്ത് വരുമ്പോൾ ഒരു കാലഘട്ടത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും അന്ന് നമ്മൾ അഭിമുഖീകരിച്ചിരുന്ന പ്രശ്നങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് ഈ മടങ്ങി വന്ന പ്രവാസികൾക്ക് തിരിച്ചു പോകാനുള്ള സംവിധാനമായിരുന്നു. ആ ഒരു തിരിച്ചു പോകാനുള്ള സംവിധാനം നമുക്കറിയാം. അന്ന് കോവിഡ് വാക്സിൻ ആണെങ്കിൽ നമുക്ക് പ്രയോറിറ്റി കൊടുക്കണം അവർക്ക്, പ്രവാസികൾക്ക്. അങ്ങനെ പ്രവാസികൾക്ക് മടങ്ങിപ്പോകാനുള്ളവർക്ക് പ്രയോറിറ്റി കൊടുത്തുകൊണ്ടാണ് നമ്മൾ വാക്സിൻ കൊടുക്കുകയും അതനുസരിച്ചാണ് നിരവധി പ്രവാസികൾക്ക് വിദേശ രാജ്യങ്ങളിൽ അവർക്ക് തൊഴിലിടങ്ങളിൽ തിരികെ എത്താനും സാധ്യമായത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഒരു ബഹുമുഖത്തിലുള്ള പ്രവർത്തനങ്ങളും ഇടപെടലുകളുമാണ് നോർക്ക റൂട്ട്സിനെ ഇന്ന് ആഗോളതലത്തിൽ ഒരു ശ്രദ്ധേയമായ സ്ഥാപനമാക്കി മാറ്റിയിരിക്കുന്നത്. അപ്പോൾ അങ്ങ് പറഞ്ഞു ഈ ആളുകൾക്ക് അവരുടെ സെറ്റിൽമെൻറ്റ്, ഫൈനൽ സെറ്റിൽമെൻറ്റ് കിട്ടാതെയാണ് പോകുന്നത്. അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, എനിക്കിന്ന് എൻ്റെ ജോലി നഷ്ടപ്പെടും, അല്ലെങ്കിൽ എന്നെ ടെർമിനേറ്റ് ചെയ്യുന്നു, എൻ്റെ സെറ്റിൽമെൻറ്റ് അക്കോർഡിംഗ് ടു ലേബർ ലോ അല്ല എന്ന് എനിക്ക് ബോധ്യപ്പെടുന്നു. എനിക്ക് ലേബറിൽ പോയിട്ട് നിൽക്കാൻ പറ്റില്ല, ഇവരിൻ്റെ വിസ ക്യാൻസൽ ചെയ്യും. ക്യാൻസൽ ചെയ്താൽ ഐ കനോട്ട് സ്റ്റേ ദർ, ഐ ആം എൻ ഇല്ലീഗൽ ഇമിഗ്രൻറ്റ്. അപ്പോൾ ഇവനെ സംബന്ധിച്ചിടത്തോളം ഇവൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇതെന്ന് വെച്ചാൽ ഇവൻ്റെ ക്ലെയിം ഇവന് പുട്ടപ്പ് ചെയ്യാൻ പറ്റില്ല.
എംബസിയോ മറ്റുള്ള ഒരു സ്ഥാപനമോ അതിനൊരു പരിഹാരമില്ല. ഇവിടെ തിരിച്ചു വന്നാൽ ഈ വ്യക്തി ഇല്ല, നിങ്ങളാണ് ഫൈറ്റ് ചെയ്യുന്നത്, നോർക്ക റൂട്ട്സാണ്. അത് എത്ര കണ്ട് ഫലവത്താവും എന്നുള്ളതൊക്കെ ആണ്. അതൊരു വലിയ പ്രശ്നമാണ്. അതെങ്ങനെയാണ് നിങ്ങൾ ഹാൻഡിൽ ചെയ്തൊക്കെ? ഏതെങ്കിലും കേസുകൾ തിരിച്ച് കിട്ടിയിട്ടുണ്ടോ? ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പ്രവാസിയായിരിക്കുന്ന വ്യക്തിക്ക് പലപ്പോഴും വ്യക്തമായ ഒരു എംപ്ലോയ്മെൻറ്റ് കോൺട്രാക്റ്റോ അല്ലെങ്കിൽ ഒരു എംപ്ലോയ്മെൻറ്റ് ഓഫറോ ഒന്നുമില്ലോ ആയിരിക്കണമെന്നില്ല ജോലിയിൽ പ്രവേശിക്കും. ഈവൻ ഇഫ് യു ഹാവ് എ റിട്ടേൺ കോൺട്രാക്ട് ഉണ്ട്, അങ്ങനെയുള്ള ദാറ്റ് വാസ് ടെർമിനേറ്റഡ്. ആ ടെർമിനേറ്റ് ചെയ്യുമ്പോഴും ഈ സ്പോൺസർ അറബിയാണെങ്കിൽ അല്ലെങ്കിൽ സ്പോൺസർ ഇൻഫ്ലുവൻസ് ഉള്ള ആളുകളാണെങ്കിൽ അവർ ചോദിക്കുക എന്ത് ചെയ്യൂ. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത്, ഒന്ന് ഇപ്പം ഉള്ളവർക്കുള്ള നിയമസഹായം കൊടുക്കുന്നത്. ഇത് 2018 വിദേശ രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലുള്ള പ്രവാസികൾക്ക് ഒരു ലീഗൽ അഡ്വൈസ്, ഒരു ലീഗൽ എയ്ഡ് കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എല്ലാ രാജ്യങ്ങളിലും നോർക്ക ലീഗൽ കൺസൾട്ടൻറ്റിനെ അപ്പോയിൻറ്റ് ചെയ്യുകയുണ്ടായി. അത് പ്രധാനമായിട്ടും ഒരു ലീഗൽ അഡ്വൈസ് അല്ലെങ്കിൽ ഒരു ലീഗൽ കൗൺസിലിംഗ് കൊടുക്കുന്നതാണ്. അതിൻ്റെ തുടർച്ചയെന്നോണം ഇനിയും നോർക്ക റൂട്ട്സ് വിദേശ രാജ്യങ്ങളിൽ മിഡിൽ ഈസ്റ്റിൽ നമ്മൾ ലോ ഫേംസുകളെ എംപാനൽ ചെയ്യാൻ പോവുകയാണ്. അത് ഫൈനൽ സ്റ്റേജിലാണ്. അങ്ങനെ ലോ ഫേംസിലെ എംപാനൽ ചെയ്ത് കഴിഞ്ഞെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് നമുക്ക് പരിഹാരം കാണാനോ അല്ലെങ്കിൽ ഇത് അഡ്രസ്സ് ചെയ്യാനോ പറ്റുകയുള്ളൂ. നിലവിലെ സാഹചര്യങ്ങളിൽ ഇങ്ങനെയുള്ള പരാതി വരുമ്പം അത് നമ്മൾ എംബസി വഴി ടേക്കപ്പ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം അതത് രാജ്യങ്ങളിൽ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്ന നോർക്ക ലീഗൽ കൺസൾട്ടൻ്റ് വഴി നമ്മൾ ടേക്കപ്പ് ഈ വക്കീൽ ഫീസേ അവിടുത്തെ ഭീകരമായ വക്കീൽ ഫീസ്. അതിൽ ഏറ്റവും 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഉള്ളത്. ഒന്ന്, വക്കീൽ ഫീസ് കൂടുതലാണ്. 2, അവിടെയുള്ള രാജ്യങ്ങളിൽ അവിടുത്തെ നാഷണലിന് മാത്രമേ കോടതിയിൽ അപ്പിയർ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇതാണ് രണ്ടാമത്തെ ഏറ്റവും വലിയൊരു ചലഞ്ച് എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറബി ലാംഗ്വേജാണ്. ഈ കാര്യങ്ങളും പരിഹരിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ലോ ഫേംസിനെ എംപാനൽ ചെയ്യുന്നത്. അങ്ങനെ എംപാനൽ ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് വരുന്ന പരാതികൾ ഈ ഒരു സിസ്റ്റം മുഖാന്തരം നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റും. വിദേശ രാജ്യങ്ങളിൽ 2 രീതിയിലാണ് ജയിലുകളിൽ ആൾക്കാരുള്ളത്. ഒന്ന്, കൺവിക്റ്റഡ് ആയിട്ടുള്ളവരുമുണ്ട്. 2, ട്രയലിലുള്ളവരുമുണ്ട്. ഇതിൻ്റെ ഒരു കണക്ക് നമ്മൾ ഈ അടുത്തിടെ എടുക്കുകയുണ്ടായി. അപ്പോൾ അതനുസരിച്ച് നമ്മളിനി ഒരു മിഷൻ മോഡിൽ ഇത് വർക്ക് ചെയ്യാൻ വേണ്ടി ഈ അടുത്തിടെ കൂടിയ ഉന്നതതല യോഗത്തിലും ഒരു തീരുമാനമായിട്ടുണ്ട്. നമുക്ക് നിയമപരമായ പരിരക്ഷകൾ കൊടുത്തുകൊണ്ട്, നിയമസഹായം കൊടുത്തുകൊണ്ട് ഏതെല്ലാം കേസുകളിൽ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുമെന്നുള്ള ഒരു ശ്രമത്തിലാണ് നമ്മളിപ്പോൾ നടത്തുന്നത്. അപ്പോൾ ഈ നിലയിലുള്ള പരിശ്രമങ്ങൾ വളരെ ഇതിൽ നടക്കുമ്പോൾ തന്നെ നമ്മളുടെ മേഖലകളുണ്ടല്ലോ. ഇപ്പോൾ നോർക്ക റൂട്ട്സ് അതിൻ്റെ മേഖലകൾ വൈവിധ്യവൽക്കരിച്ച്, ആ വൈവിധ്യവൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടിപ്പോൾ വിദ്യാർത്ഥികളെ പഠിക്കാൻ പോകുന്നവരെ സഹായിക്കുന്ന ഒരു ഇതുണ്ട്. അവിടെ ഇപ്പോൾ കണ്ടമാനം കുട്ടികൾ പോകാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതുപോലെ റിക്രൂട്ട്മെൻ്റ് ഉണ്ട്. ആ മേഖലകളിലൊക്കെ എങ്ങനെയാണ് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നത്? കുടിയേറ്റത്തിൻ്റെ സമസ്ത തലങ്ങളിലും, അതായത് കുടിയേറ്റത്തിന് മുമ്പ്, കുടിയേറ്റ സമയത്ത്, മടങ്ങി വരുമ്പം, ഈ 3 സ്റ്റേജുകളിലുമാണ്. അതായത് നോർക്ക എന്ന് പറയുന്നത് ഒരു നിരവധി ടച്ച് പോയിൻ്റ്, മൈഗ്രേഷൻ എന്ന ഭ്രമണപഥത്തിൽ നിരവധി ടച്ച് പോയിൻ്റ് ഉള്ള ഒരു ഓർഗനൈസേഷനാണ്. കുടിയേറ്റം നമ്മൾ വിഭാവനം ചെയ്യുന്നത് അഫോർഡബിൾ ക്വാളിറ്റി മൈഗ്രേഷനാണ്. അഫോർഡബിൾ ക്വാളിറ്റി മൈഗ്രേഷൻ ഉദ്ദേശിച്ചത് വളരെ സാധാരണക്കാർക്ക് ഗുണമേന്മയുള്ള കുടിയേറ്റം എങ്ങനെ സാധ്യമാക്കാം എന്നുള്ളതാണ്. നോർക്ക റൂട്ട്സ് അതിൻ്റെ ഭാഗമായിട്ട് ആദ്യമായി തിരുവനന്തപുരത്ത് നോർക്ക ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ലാംഗ്വേജ് എന്ന ഒരു വിദേശ ഭാഷാ പഠനം സ്ഥാപിക്കുകയുണ്ടായി. ഇതൊരു മൈഗ്രേഷൻ ഫെസിലിറ്റേഷൻ സെൻ്ററാണ്. ആ മൈഗ്രേഷൻ ഫെസിലിറ്റേഷൻ സെൻ്ററിൽ ഒരു വിദ്യാർത്ഥി പഠിക്കാൻ വരുമ്പോൾ അവർ എംപ്ലോയ്മെൻറ്റിനെ പറ്റിയും എൻവയോൺമെൻറ്റിനെ പറ്റിയും അതുപോലെ തന്നെ എംപ്ലോയറെ പറ്റിയും ഒരു ധാരണ ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ അവർക്ക് ഇതൊരു മൈഗ്രേഷൻ ലോഞ്ച് പാഡായി അല്ലെങ്കിൽ ഒരു മൈഗ്രേഷൻ്റെ കോറിഡോറായിട്ട് മാറാൻ വേണ്ടിയുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായാണ് നമ്മൾ ഈ നോർക്ക ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ലാംഗ്വേജ് തിരുവനന്തപുരത്ത് തുടങ്ങിയത്. നമ്മൾ എന്തെല്ലാം പറഞ്ഞാലും നമ്മളുടെ ഭരണ സംവിധാനം അത് വളരെ
വലിയ തോതിൽ കൊളോണിയൽ ഭരണ സമ്പ്രദായത്തിനോട് തന്നെയാണ് ഇപ്പോൾ ചേർന്ന് നിൽക്കുന്നത് എന്ന് കാണാൻ പറ്റും. ഒരു ഫയൽ ഗവൺമെൻറ്റിലേക്ക് അയച്ചാൽ അത് പോകുന്ന പ്രോസസ്സ് നമുക്ക് രണ്ടുപേർക്കും അറിയാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ എൻ്റെ ഡിവിഡൻറ്റിൻ്റെ ഒരു ഫയൽ 200 പ്രാവശ്യമാണ് സെക്രട്ടേറിയറ്റിൽ നടന്ന് സഞ്ചരിച്ച് കളിച്ചു പിടിച്ച് വന്നത്. 200 പ്രാവശ്യം, 2.5 കൊല്ലെടുത്ത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഭരണ സംവിധാനത്തെ ഇത്തരത്തിൽ വളരെ ഫാസ്റ്റായിട്ട് ഡിസിഷൻ വേണ്ട സ്ഥലത്ത് നമുക്ക് മാറ്റിയെടുക്കാൻ, നിങ്ങളിതിപ്പോൾ ഒരു പബ്ലിക് ലിമിറ്റഡ്, പ്രൈവറ്റ് ലിമിറ്റഡ്, പബ്ലിക് ലിമിറ്റഡ് കമ്പനി അല്ലേ? ഗവൺമെൻറ് കമ്പനി, പബ്ലിക് ലിമിറ്റഡാണ്. അത് ഇറ്റ് ഈസ് രജിസ്റ്റേർഡ് ആസ് എ പബ്ലിക് ലിമിറ്റഡ് ROCയിൽ. അപ്പോൾ ആ കമ്പനിയുടെ ഇതുണ്ടെങ്കിൽ പോലും നിങ്ങൾക്കും ഈ സിസ്റ്റത്തിലൂടെ പോകണം. ഈ സിസ്റ്റം ഈ പ്രവാസി കാര്യ വകുപ്പിലേക്കൊക്കെ വരുമ്പോൾ വലിയ ബുദ്ധിമുട്ടുണ്ടാകും. അങ്ങേക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്? എങ്ങനെയാണ് അതിനൊക്കെ തരണം ചെയ്തത്? ഞാനൊരു പക്ഷേ നോർക്കയിൽ വരുന്ന സമയത്ത് അന്ന് ഫിലിപ്പീൻസ് രാജ്യത്തിലുള്ള ഒരു മൈഗ്രൻ്റ് കെയർ സിസ്റ്റമാണ് ഞാൻ ആദ്യമായിട്ട് പഠിക്കുന്നത്. ആണ് ലോകത്തിലെ ഏറ്റവും നല്ലത്. ഒരു പക്ഷേ അന്ന് ഞാൻ കാണുന്നത് അത് കൂടുതലും അൺസ്കിൽഡും സെമി സ്കിൽഡുമാണ് അതിൽ പറയുന്നത്. എന്നാൽ അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടാണ് കേരളത്തിൽ നിന്നുള്ള കുടിയേറ്റം. കാരണം ഇവിടെ സെമി സ്കിൽഡുണ്ട്, അൺസ്കിൽഡുണ്ട്, സ്കിൽഡുണ്ട്, സൂപ്പർ സ്കിൽഡുണ്ട്. അപ്പോൾ ഈ മേഖലകളിൽ ഞാൻ ആദ്യം ശ്രമിച്ചത്, ഒന്ന്, നമ്മൾ ഉള്ള വിഭവങ്ങൾ ഉപയോഗിച്ച് എത്രമാത്രം നമുക്ക് വിപുലീകരിക്കാൻ പറ്റും, ഇതാണ് ഒന്ന്. 2, സ്ഥാപനം സമൂഹത്തിൻ്റെ ഭാഗമാണ്. അപ്പം സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നവരും സിസ്റ്റത്തിലുള്ളവരും എല്ലാം സമൂഹത്തിൻ്റെ ഭാഗമാണ്. ഈ സിസ്റ്റം നമുക്ക് പ്രവൃത്തിയിലൂടെ മാറ്റിയെടുക്കാൻ പറ്റുകയുള്ളൂ. അത് ഒരു തിയറി എന്നുള്ളതിനേക്കാട്ടിലുപരി ഒരു ലക്ഷ്യം അല്ലെങ്കിൽ ഒരു ടാസ്കിലൂടെ മാത്രമാണ് നമുക്കിതിനെ തരണം ചെയ്യാൻ പറ്റും. അതിനൊരുപാട് ശ്രദ്ധേയമായ ഉദാഹരണങ്ങളുണ്ട്. കോവിഡ് കാലത്ത് ഒരു പക്ഷേ നമ്മൾ 24 മണിക്കൂറും നമ്മൾ വർക്ക് ചെയ്തു. അതുപോലെ ഇവാക്യുവേഷൻ നടക്കുമ്പോൾ, പ്രത്യേകിച്ച് ഇപ്പോൾ ഉക്രൈൻ ഇവാക്യുവേഷൻ, ഇപ്പോൾ നടന്ന ഇസ്രായേൽ ഇവാക്യുവേഷൻ, ഇതെല്ലാം 24 മണിക്കൂറും വർക്ക് ചെയ്യുകയാണ്. 24 മണിക്കൂറും തികച്ചും അർപ്പണ മനോഭാവത്തോടും സേവന മനോഭാവത്തോടു കൂടിയാണ് വർക്ക് ചെയ്യുന്നത്. എന്നാൽ ഇനി മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ ഒരു ചലഞ്ച് എന്ന് പറയുന്നത് കുടിയേറ്റത്തിൻ്റെ രൂപവും ഭാവവും മാറുകയാണ്. ഇതനുസരിച്ച് നമുക്കെങ്ങനെ മൈഗ്രേഷൻ മാനേജ്മെൻറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഇതിന് പുതിയ അപ്രോച്ച് വേണം, പുതിയ അജണ്ട വേണം. കാലോചിതമായിട്ട് നമ്മുടെ നിയമങ്ങളിൽ മാറ്റണം. അതാണ് ചോദിച്ചത്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ വിദ്യാർത്ഥി കുടിയേറ്റം ഇന്ന് വലിയ രീതിയിലാണ്. നേരത്തെ സ്കോളർഷിപ്പ് അല്ലെങ്കിൽ വളരെ സെലക്റ്റഡ് ആയിട്ടുള്ള രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ ഇന്ന് മാസീവായിട്ടാണ് ഇന്ന് വിദേശ രാജ്യങ്ങളിൽ പഠനത്തിന് പോകുന്നത്. അപ്പോൾ കുടിയേറ്റത്തിന് പോകുന്ന ആൾക്കാരുടെ പ്രൊഫൈലിൽ മാറ്റം വന്നു, കുടിയേറ്റത്തിൻ്റെ രീതി മാറി. പിന്നെ വേറൊരു കാര്യമുള്ളത്, നമ്മൾ നേരത്തെ മിഡിൽ ഈസ്റ്റ് രാജ്യത്തേക്കായിരുന്നു ആൾക്കാർ കൂടുതൽ പോകുന്നത്. ഇന്ന് ലോകം മൊത്തം കുടിയേറ്റത്തിൻ്റെ ഒരു സാധ്യതയുള്ള ഒരു മേഖലയായിട്ട് മാറി. ആഫ്രിക്കൻ രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങൾ, എല്ലാ രാജ്യങ്ങളും മലയാളിയെ സംബന്ധിച്ചോളം കുടിയേറ്റത്തിന് സാധ്യത ഉള്ള ഒരു മേഖലയായിട്ട് മാറിയത് കൊണ്ട് നമ്മുടെ മൈൻഡ് സെറ്റ്, ഒരു ഗ്ലോബൽ മൈൻഡ് സെറ്റ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഈ ഗ്ലോബൽ മൈൻഡ് സെറ്റ് എന്ന് ഞാൻ കൊണ്ട് ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പം നമ്മൾ അതിവൈകാരികമാകാതെ കാര്യങ്ങളെ വളരെ റാഷണലായിട്ട് കാണുന്ന ഒരു മനോഭാവത്തിലേക്ക് നമ്മൾ വരണം. ഞാൻ കുറച്ചുകൂടി വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെപ്പോഴും പ്രതിപാദിക്കുന്ന ഒരു കാര്യമാണ്, ഇപ്പോൾ കുടിയേറ്റം എന്ന് പറയുന്നത് അതിൻ്റെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പം ഒന്നെങ്കിൽ നമ്മൾ അതുമായിട്ടുള്ള ഇഷ്യൂസ് ആയിരിക്കും സംസാരിക്കുന്നത്. ഒരു ഫോർവേഡ് തിങ്കിങ് ആയിട്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റണം. അടുത്ത 5 വർഷം ഈ എങ്ങനെയുള്ള കുടിയേറ്റമായിരിക്കും കേരളത്തിൽ? അത് പൊളിറ്റിക്കൽ നേതൃത്വമാണോ അതോ അഡ്മിനിസ്ട്രേറ്റീവ് നേതൃത്വമാണോ ചെയ്യുക? ഇതിൽ ഏറ്റവും വേണ്ടത്, ഇന്ന് മൈഗ്രേഷൻ ഡൊമൈൻ്റെ എക്സ്പേർട്ടുകളാണ് ഇതിൻ്റെ ഒരു പാർട്ട്, സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. ഗവൺമെൻറ് മാത്രം ഒന്നിച്ചൊരു കാര്യം ചെയ്യാൻ പറ്റുന്നതല്ല. കാരണം ഇന്ന് വിദേശ രാജ്യങ്ങളിലെ പ്രശ്നങ്ങൾ മൊത്തം ഒരു കളക്റ്റീവായിട്ട് നമുക്ക് പരിഹരിക്കാൻ. ഞാൻ പറഞ്ഞത് എക്സിക്യൂട്ടീവ് എന്നും പൊളിറ്റിക്കൽ നേതൃത്വം ഗവൺമെൻറ്റിൻ്റെ 2 ഭാഗമാണ്. ഒന്ന് ഉദ്യോഗസ്ഥന്മാർ, മറ്റത് മന്ത്രിമാരെ പോലുള്ള ആളുകൾ. അപ്പോൾ ഇതിൽ ഏത് ഇതിലാണ് നമ്മൾ മോഡേണൈസേഷൻ? ഇതിൻ്റെ അകത്ത് പ്രവാസി എന്നുള്ള നിർവചനത്തിൽ തൊട്ട് നമ്മൾ ചിന്ത തുടങ്ങണം.
അത് പ്രവാസി എന്ന് പറയുന്ന ബ്യൂറോക്രസി ചിന്തിക്കുന്നതും പ്രവാസി എന്ന് പൊളിറ്റീഷ്യൻ ചിന്തിക്കുന്നതും ഒന്നാവണം. അവിടെ നിന്ന് നമ്മൾ അതല്ല അപ്പോൾ എന്നാണ് അങ്ങയുടെ അഭിപ്രായം? അല്ല, അതിൽ ആ നിർവചനങ്ങളിൽ മാറ്റം വന്നു. ഇന്ന് പ്രവാസം എന്ന് പറയുന്നതും പ്രവാസി എന്ന് പറയുന്നതും നിർവചനങ്ങളിൽ കാലോചിതമായ മാറ്റം വരുത്തണം. ഉദ്യോഗസ്ഥന്മാർക്ക് ഇപ്പോഴും ബോധ്യം വന്നിട്ടില്ല എന്ന് അല്ല, പറയുന്നത് അതുകൊണ്ടല്ല, ഞാനത് കുറച്ചുകൂടെ വിശദീകരിച്ച് തരാം. ഒരു 10 വർഷം മുമ്പ് ഒരു പ്രവാസി കുടിയേറുന്നത് അതിജീവനത്തിനായിരുന്നു. എന്നാൽ ഇന്ന് ജീവിത വിജയത്തിനാണ്. ഇത് രണ്ടും വ്യത്യാസമാണ്. പോകുന്ന തലമുറ, പോകുന്ന സാഹചര്യം, ഇത് രണ്ടും വ്യത്യാസമാണ്. അതനുസരിച്ച് നമ്മൾ ചിന്തയിലും നമ്മുടെ പ്രവർത്തികളിലും സ്കീമുകളിലും അതുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഇപ്പോൾ അത് എക്സിക്യൂട്ടീവിൽ മാറ്റങ്ങൾ വരുന്നതോടുകൂടിയല്ലേ ഉണ്ടാവുള്ളൂ ഉള്ളൂ അല്ലേ? ഉള്ളൂ. അതും അത് വലിയ മാറ്റങ്ങൾ വരേണ്ടതില്ലേ? അതൊരു ക്രമത്തിൻ്റെ ഭാഗമായിട്ട് മാറേണ്ടതാണ്. കാരണം ലോകക്രമം മാറും. അതിനെ കുറിച്ചിട്ട് റിപ്പോർട്ട് അങ്ങ് കൊടുക്കാൻ പറ്റുമോ? അങ്ങനെ അതിനുവേണ്ടി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് കോഴിക്കോടുമായിട്ട് നമ്മൾ സഹകരിച്ചുകൊണ്ട് നമ്മളൊരു സ്റ്റഡി നടത്തുകയുണ്ടായി. ആ സ്റ്റഡിയുടെ തീം എന്ന് പറയുന്നത് ഫ്യൂച്ചർ സ്കിൽസ് എന്താണ് വേണ്ടത്, ഫ്യൂച്ചർ ജോബ് മാർക്കറ്റ് എന്താണ്. ആ ഒരു പഠന റിപ്പോർട്ട് ഇപ്പോൾ ഗവൺമെൻറ്റിൽ നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ വ്യക്തമായി പറയുന്നുണ്ട് അടുത്ത 5 വർഷത്തേക്ക് ഏതൊക്കെ രാജ്യങ്ങളിലായിരിക്കും കുടിയേറ്റം സാധ്യമാകുന്നത് കേരളത്തിൽ നിന്നും, ഏതൊക്കെ മേഖലകളിലായിരിക്കും, ഏതൊക്കെ സ്കില്ലുണ്ടായിരിക്കും, എന്തുകൊണ്ടാണ് കുടിയേറ്റം ഇത്ര മാസീവായിട്ട് അടുത്ത 5 വർഷം വരുന്നതിൻ്റെ കാര്യകാരണ സഹിതം അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. അതിൻ്റെ നടപടികൾ ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു. പക്ഷേ ഇതിൽ നമ്മൾ ഒരു കാര്യം നമ്മൾ മറന്നു പോകുന്നത്, ഇത് നമ്മൾ കുടിയേറ്റത്തെ പറ്റി പറയുമ്പോൾ തന്നെ പരമപ്രധാനമാണ് ഈ മടങ്ങി വരുന്ന പ്രവാസികളുടെ പുനരധിവാസം. കാരണം ഒരു രീതിയിൽ നമ്മൾ മൈഗ്രേഷൻ നടക്കുമ്പോൾ അടുത്ത ചാനലിലൂടെ റിവേഴ്സ് മൈഗ്രേഷനുമുണ്ട്. അപ്പം അതിനെയും നമ്മൾ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയുള്ള ഇപ്പം നമ്മൾ നിരവധി രീതിയിൽ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ വിപുലീകരണം കൂടി ആവശ്യമാണ്. എന്തായാലും ഒരു കാലത്തെ ഒരു 6 വർഷത്തെ പ്രവർത്തനത്തിൻ്റെ വലിയ നേട്ടങ്ങളുമായിട്ടാണ് ഹരികൃഷ്ണൻ നിൽക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ലോകത്തുള്ള എല്ലാ പ്രവാസികൾക്കും ഒരു സാന്ത്വനമായിട്ട് അല്ലെങ്കിൽ ഒരു പ്രതീക്ഷയായിട്ട് ഒരു അത്താണിയായിട്ട് നിൽക്കാൻ അങ്ങേക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ അനുമാനം. അങ്ങയുടെ ഒരു സഹപ്രവർത്തകൻ കൂടിയായിരുന്നു ഞാൻ ഇപ്പോഴല്ലെങ്കിൽ പോലും. പക്ഷേ ഭാവിയിലും ഇത്തരത്തിലുള്ള ഒരു പ്രവാസി സമൂഹത്തിന് കുറേ കൂടി ആരോഗ്യകരമായിട്ടുള്ള ഒരു സാന്ത്വനത്തിനും അതുപോലെ തന്നെ സഹായത്തിനും ഉതകുന്ന തരത്തിൽ താങ്കളുടെ പ്രവർത്തനങ്ങൾ ഇനിയും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.